ഇത് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലും വി.കെ. ശ്രീകണ്ഠൻ എം.പിയും ഒരു കൂടിക്കാഴ്ച നടത്തിയ വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു. ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ചിട്ടാണ് ഒരു കൂടിക്കാഴ്ച നടന്നത്. പക്ഷേ അതിൻ്റെ വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. സാധാരണ ഒരു കൂടിക്കാഴ്ച മാത്രമായിരുന്നു എന്നാണ് രാഹുൽ പ്രതികരിച്ചിരിക്കുന്നത്. അതിനുശേഷം വരുന്ന വാർത്തകൾ അനുസരിച്ച് ഏകദേശം രമേശ് പിഷാരടി ആയിരിക്കാം ഒരുപക്ഷെ പാലക്കാട് സ്ഥാനാർത്ഥി എന്ന് ചില സൂചനകൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കൂടിക്കാഴ്ച എന്തിനായിരിക്കും? രാഹുലിനെ ഒതുക്കാനുള്ള ഒരു ശ്രമമാണോ, അല്ലെങ്കിൽ രാഹുലിനെ എം.എൽ.എ. സ്ഥാനത്ത് നിന്നും മാറ്റി പാർട്ടിയോട് ചേർത്ത് നിർത്തി മറ്റു പ്രവർത്തനങ്ങളിലൊപ്പം നിർത്താനുള്ള എന്തെങ്കിലും സൂചനകളാണോ നൽകുന്നത്? എന്തായിരിക്കും ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുടെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് എന്താണ് ഇപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്? വിദ്യ പറഞ്ഞതിൽ തന്നെ ഒരു കാര്യം എനിക്ക് തിരിച്ചു പറയാനുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് സാധാരണ കൂടിക്കാഴ്ചയാണ് എന്നാണ് വിദ്യ പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സംസാരം. അത് അദ്ദേഹം പറഞ്ഞത് ഒരു സാധാരണ സംസാരമാണ് എന്നാണെങ്കിലും അത് മാധ്യമങ്ങൾ, അതായത് 24 ന്യൂസിന്റെ റിപ്പോർട്ടറാണ് മൈക്കുമായിട്ട് ഇതൊരു എക്സ്ക്ലൂസീവ് ദൃശ്യമായിട്ട് ഇവർ കൂടിക്കാഴ്ച നടത്തുന്ന വിഷ്വൽ എടുത്തിട്ട് ആ 24 ന്യൂസിന്റെ പ്രതിനിധി രാഹുലിന്റെ കാറിന്റെ അകത്തേക്ക് മൈക്ക് വെക്കുകയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ മാധ്യമങ്ങളോട് കടന്നാക്രമിക്കാത്ത രീതിയിൽ, അതായത് ഉരുളക്കുപ്പേരി എന്നൊന്നും പറഞ്ഞാൽ പോരാ, അതിനേക്കാൾ ഷാർപ്പായിട്ടാണ് ആ മാധ്യമ പ്രവർത്തകന്റെ ചോദ്യങ്ങളുടെ മുനയൊടിച്ച് കളഞ്ഞത്. അതായത് ഒരു എം.എൽ.എ., താങ്കളൊരു എം.എൽ.എ. ആണ്, ഒരു ജനപ്രതിനിധിയാണ് എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അതൊക്കെ നിങ്ങളോട് പറയണമെന്നുണ്ടോ? അതായത് രാഹുലിൻ്റെ ഒരു വെല്ലുവിളി മൂഡ് അല്ലെങ്കിൽ ഒരു ഫൈറ്റ് മൂഡ് എന്നുള്ളത് രാഹുൽ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. വി.കെ. ശ്രീകണ്ഠനെ കണ്ടതിന് ശേഷം വളരെ ആത്മവിശ്വാസത്തോടു കൂടി ചിരിച്ച മുഖവുമായി ഒരു ടെൻഷനുമില്ലാതെ വളരെ കൃത്യമായി ഷാർപ്പായി, ഞാൻ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയ ഒരാളാണ്, ഇപ്പോൾ എന്നെ പുറത്താക്കിയ അതിന് പുറത്ത് നിൽക്കുന്ന ഒരാളാണ്, ഞാൻ എന്തിനാണ് ഇനി അവരുമായിട്ട് സംസാരിക്കുന്നത് എന്നതടക്കം വളരെ ഷാർപ്പായിട്ട് ഒരു പതറിച്ചയുമില്ലാതെ ഭയങ്കര കോൺഫിഡൻസിലാണ് രാഹുൽ സംസാരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ആ ചർച്ചയ്ക്ക് ശേഷം രാഹുലിന് ഒരു ഹൈ എനർജി കിട്ടിയിട്ടുണ്ട്, ഒരു ഹൈ പോസിറ്റീവ് എനർജി. തൻ്റെ ഭാവി എന്താണ് എന്ന് സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ തൻ്റെ സ്ഥാനം എന്തായിരിക്കുമെന്നത് സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇനി എങ്ങനെ രാഷ്ട്രീയപരമായി സാമൂഹ്യപരമായൊക്കെ മുന്നോട്ട് പോകണമെന്നത് സംബന്ധിച്ച് രാഹുലിന് കൃത്യമായ ഒരു എനർജി കിട്ടിയിട്ടുണ്ട്. അത് വി.കെ. ശ്രീകണ്ഠനുമായി നടത്തിയ ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ട സംസാരത്തിലൂടെ കിട്ടിയതാണോ, അല്ലെങ്കിൽ വി.കെ. ശ്രീകണ്ഠൻ അത്തരം ഒരു ഹൈ എനർജി കൊടുക്കുന്ന നീക്കങ്ങളിലേക്ക് കടക്കുന്നതിൻ്റെ തുടക്കമാണോ? എന്തായാലും ആ കൂടിക്കാഴ്ച വളരെ പോസിറ്റീവായിട്ട്, വളരെ അഗ്രസീവായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംസാര ഭാഷയിൽ, ആ ശൈലിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതിലൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നു, അപ്പോൾ അപ്പുറത്ത് ശ്രീകണ്ഠൻ ഉണ്ടായിരുന്നു, അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അവിടെ പോയിരുന്നു, ഞാനാണ് അങ്ങോട്ട് പോയിരുന്നത്, അതിനുശേഷം ഞങ്ങൾ 1 മണിക്കൂറോളം സംസാരിച്ചു എന്നാണ് പറയുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്, ആ സമയം ഏതാണെന്ന് കൂടി ആലോചിക്കണം. ഈ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ യാത്ര അടൂരിലെത്തിയ ദിവസമാണ്, അതിനുവേണ്ടി വന്നതാണ് വി.കെ. ശ്രീകണ്ഠൻ. ആ സമയത്താണ് ഇവർ തമ്മിൽ 1 മണിക്കൂർ ഒരു സ്വാഭാവിക കൂടിക്കാഴ്ച നടത്തുന്നത്. ആലോചിച്ച് നോക്കുക. ഈ ഒരു കാര്യം അന്ന് ആ റിപ്പോർട്ടർ ചോദിക്കുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിന് അതിന് കൃത്യമായ മറുപടിയില്ല. ഇപ്പോൾ രാഹുലിന് നമുക്കറിയാം എപ്പോഴും കൃത്യമായി മറുപടി പറയുന്ന ആളാണ്, അത് കൃത്യമായി എന്ന് പറഞ്ഞാൽ വ്യക്തതയോടുകൂടി പറയുന്ന ആളാണ്. പക്ഷേ ഇവിടെ മറുപടി ഷാർപ്പായിരുന്നു, പക്ഷേ അതൊരു ഒഴിഞ്ഞുമാറലായിരുന്നു. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് മാധ്യമങ്ങളെ എനിക്ക് ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാതെ പറയുകയാണ് രാഹുൽ ചെയ്തത്. അതേസമയം അദ്ദേഹം താൻ ശക്തമായി തിരിച്ചു വരുമെന്ന സൂചന നൽകുന്നുണ്ട്. എൻ്റെ പ്ലാനുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ കോൺഗ്രസിനെ ബോധിപ്പിക്കേണ്ടതില്ലല്ലോ, ഞാൻ അവിടുന്ന് പുറത്തു പോയതല്ലേ എന്ന് പറയുമ്പോൾ അതിൽ പലതും ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഈ വി.ഡി. സതീശൻ്റെ യാത്ര അതിവേഗത്തിൽ ഓരോ ജില്ലകളിലെ മേഖലകൾ കടന്ന് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെയുള്ളവരൊക്കെ ആ ഓട്ടത്തിൽ തന്നെയാണ്. അതിനിടയിലാണ് ഈ വി.കെ. ശ്രീകണ്ഠൻ 1 മണിക്കൂറോളം രാഹുൽ മാങ്കൂട്ടത്തിലുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇപ്പോൾ ഇവർ തമ്മിൽ അറിയുന്നവരാണ്, പരിചയക്കാരാണ്, ഫോണിൽ വിളിക്കുന്നവരാണ്, ഒക്കെ ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നും കാണുന്ന അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന 2 ആളുകൾ, അല്ലെങ്കിൽ എന്താണ് വിശേഷമെന്ന് വിളിച്ചു ചോദിക്കാൻ കഴിയുന്ന ബന്ധമുള്ള 2 ആളുകൾ വെറുതെ ഒരു ചായക്കടയിൽ കണ്ടാൽ 1 മണിക്കൂറൊക്കെ, അതും ശ്രീകണ്ഠൻ വലിയ തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഈ 1 മണിക്കൂർ സംസാരിക്കൂ, അത്രയും സമയമെടുക്കൂ. അപ്പം അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് സ്വതന്ത്രനായി. അതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. വി.ഡി. സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിലുമായി നേരിട്ട് ചർച്ച നടത്താൻ കഴിയാത്തൊരവസ്ഥയിലാണ്. കാരണം യുഗയാത്ര നടക്കുകയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി വി.ഡി. സതീശൻ എന്തെങ്കിലും ചർച്ച നടത്തിയാൽ ഡോക്ടർ പി സരീൻ അടക്കമുള്ള ആളുകൾ അത് ക്രിമിനൽ സിൻഡിക്കേറ്റ്, ഷാഫിയുടെ നിർദ്ദേശം എന്നൊക്കെ പറഞ്ഞ് വഴിയെ പോകുന്ന സകല കോൺഗ്രസ്സുകാർക്കിട്ട് അടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ മാറി നിൽക്കുകയും എന്നാൽ വി.കെ. ശ്രീകണ്ഠനെ ആ ദൗത്യമേൽപ്പിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്.
ഈ വി കെ ശ്രീകണ്ഠൻ എന്ന് പറയുന്ന ആളുടെ ചരിത്രം പരിശോധിച്ചാൽ, എം പിയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, അദ്ദേഹം ഈ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന പലരെയും തിരികെ കൊണ്ടുവന്ന ചരിത്രമുള്ള ആളാണ്. ഒപ്പം പാലക്കാട് കോൺഗ്രസിലേക്ക് BJP-യിൽ നിന്നടക്കം നിരവധി ആളുകളെ കടത്തിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് എത്തിച്ച സന്ദീപ് വാര്യരുടെ വരവിന് പിന്നിൽ പോലും ഈ വി കെ ശ്രീകണ്ഠൻ്റെ ബുദ്ധിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ പാർട്ടിയിലേക്ക് ആളെ കൊണ്ടുവരുന്നു, പാർട്ടിയിൽ നിന്ന് പുറത്തു പോയവർ തിരിച്ചെത്തിക്കുന്നു, പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുന്നവരെ അനുനയിപ്പിക്കുന്നു. അങ്ങനെ ഏറെക്കാലമായി അത്തരം പല ദൗത്യങ്ങളും ഭംഗിയായി വളരെ കൃത്യമായി ആക്യുറേറ്റ് ആയിട്ട് പൂർത്തീകരിച്ചിട്ടുള്ള ഒരാളാണ് ഈ വി കെ ശ്രീകണ്ഠൻ. അത് രാഷ്ട്രീയപരമായി അദ്ദേഹത്തെ അറിയുന്നവർക്ക്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുന്നവർക്ക്, അത് ഫോളോ ചെയ്യുന്നവർക്ക് കൃത്യമായി അറിയാൻ കഴിയുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വി കെ ശ്രീകണ്ഠൻ ഈ ഒരു ഘട്ടത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 മാസം പോലുമില്ല. അപ്പോൾ ഈ ഒരു നിർണായകമായ ലാപ്പിൽ, ഫൈനൽ ഘട്ടത്തിൽ സ്ഥാനാർത്ഥി നിർണയം പ്രഖ്യാപനങ്ങളിൽ സ്ഥാനാർത്ഥികൾ ആരൊക്കെ ആയിരിക്കുമെന്ന പ്രഖ്യാപനം ഈ പുതുയുഗ യാത്രയോടനുബന്ധിച്ചുണ്ടാകുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. അപ്പം ആ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുനയിപ്പിച്ച് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി, ഒരു വിമത സ്ഥാനാർത്ഥിയായി നിൽക്കാതെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മത്സരിപ്പിക്കുന്ന അടക്കമുള്ള കൂടുതൽ ഓഫറുകൾ രാഹുലിന് നൽകുന്നതിന് വേണ്ടിയായിരുന്നു ആ യോഗമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് എനിക്ക് തോന്നുന്ന കാര്യം. അത് രാഹുലിന് ആക്സെപ്റ്റബിൾ ആണ്, അല്ലെങ്കിൽ രാഹുലിനെ പാർട്ടിയിലേക്ക് ഉടൻ തന്നെ തിരിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. ആ തിരിച്ചെടുക്കുകയും പ്രധാനപ്പെട്ട പദവികൾ നൽകുകയും ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പല പദ്ധതികൾ, പല രാഷ്ട്രീയ പദവികളും അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തെ പൂർവാധികം ശക്തിയോടെ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുക. കാരണം ജനങ്ങൾ വലിയ തോതിൽ രാഹുലിനൊപ്പമാണ്. കോൺഗ്രസിൽ രാഹുലിന് വേണ്ടി വലിയ മുറവിളിയുണ്ട്. ഈ സൈബർ സഖാക്കൾ കുറേ പേര് രാഹുലിൻ്റെ പേര് പറഞ്ഞ് കിടന്ന് മോങ്ങുന്നതല്ലാതെ പൊതുജനങ്ങൾക്കിടയിൽ രാഹുലിനെതിരായിട്ടൊരു വികാരമില്ല. ഇപ്പോൾ കോടതികൾ പോലും രാഹുലിൻ്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് വിധികൾ പറഞ്ഞിട്ടുള്ളത്, മുൻകൂർ ജാമ്യാപേക്ഷയിൽ അടക്കം. അപ്പോൾ അതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ കളങ്ങൾ ഒരുങ്ങുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള യോഗമെന്ന് എനിക്ക് പറയാം. എന്ന് മാത്രമല്ല, ഇപ്പോൾ ചാനലുകൾക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേണ്ട. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കൊച്ചിനെ കിളിക്കുഞ്ഞിനെ പോലെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചാനൽ അവതാരങ്ങൾ, കഥാപ്രാസംഗികർ കിടന്നിട്ട് കുറേ ഉറഞ്ഞുതുള്ളി CPM-ന് വേണ്ടി വിടുപണി ചെയ്തു. CPM-ന് വേണ്ടി വല്ലാത്ത രീതിയിൽ മാധ്യമപ്രവർത്തനത്തെ മറ്റൊരു പണിയായിട്ട്, ഒരു അടിമപ്പണിയായിട്ട് അവർ കണ്ടിട്ട് ആ തൊഴിലിനെ പോലും വല്ലാത്ത അധമ പ്രവർത്തനമാക്കി മാറ്റിയിട്ട് കുറച്ച് കഥാപ്രാസംഗികർ രാഹുലിനെതിരെ വലിയ അറ്റാക്ക് നടത്തിയിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഇപ്പോൾ ഇരകൾക്ക് നീതി വേണ്ട, കോടതിയിൽ നിന്ന് തൃപ്തിക്ക് കിട്ടുകയും കൂടി ചെയ്തു. മാധ്യമങ്ങളുടെ വാദങ്ങൾ മുഴുവൻ പൊള്ളയാണ് എന്ന് പറയുന്ന വിധത്തിൽ കോടതികൾ നിർണായകമായ നിരീക്ഷണങ്ങളും നടപടികളും കൂടി എടുത്തതോടുകൂടി മാധ്യമങ്ങൾക്കും ഇപ്പോൾ ഈ പറയുന്ന ഇരകളെ വേണ്ട, ഇരകൾക്ക് നീതി വേണ്ട, അവർ വേറെ വിഷയങ്ങൾ തേടിപ്പോയി. ഇപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്ലാൻഡ് അറ്റാക്ക് നടന്നു എന്ന് പൊതുസമൂഹം വിശ്വസിക്കുന്ന അതേ സമയത്ത് തന്നെയാണ്, സമൂഹത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ വി കെ ശ്രീകണ്ഠനുമായി രാഹുൽ നടത്തിയ കൂടിക്കാഴ്ചയെ നമ്മൾ കാണേണ്ടത്. ഏതു സൂചിപ്പിച്ചതുപോലെ തന്നെ പലപ്പോഴും ഈ ഒരു ഇത്രയും പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന സമയത്തും എപ്പോഴും നമ്മൾ ഒരു പ്രസന്ന മുഖത്തോടു കൂടി മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടിട്ടുള്ളൂ. എപ്പോഴും ഒരു പോസിറ്റീവ് ഫേസ് ആണ് അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളുടെ മുന്നിലായാലും ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും നമ്മൾ കണ്ടിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം ഒരുപക്ഷെ തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരിക്കാം എന്നൊരു ചിന്തയായിരിക്കും അത്. ഞാൻ പറഞ്ഞു വരുന്നത്, അത്രയും ധൈര്യം അദ്ദേഹത്തിനുള്ള സ്ഥിതിക്ക് സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യതകൾ ഏറെയായിരുന്നു. നമ്മൾ മുൻപ് ചർച്ച ചെയ്തിട്ടുള്ളത് പോലെ അത്തരത്തിലൊരു സ്വതന്ത്രനായി മത്സരിക്കാൻ അദ്ദേഹം തയ്യാറാവുകയായിരുന്നുവെങ്കിൽ ഈ പറയുന്ന പോലെ അവിടുത്തെ കോൺഗ്രസിന്റെ വോട്ട് വിഘടിച്ചു പോവുകയും അത് ബി ജെ പിക്ക് അനുകൂലമായ ഒരു രീതിയിലേക്ക് ആ ഒരു വോട്ട് മാറുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് ഒരു 24-ന് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ഞാൻ ഇന്നും കോൺഗ്രസ്സുകാരനാണ്, എന്നും കോൺഗ്രസ്സുകാരനായിരിക്കും, പാർട്ടി എന്നെ വേണ്ടെന്ന് വെച്ചാലും ഞാൻ പാർട്ടി ഒരിക്കലും വേണ്ടെന്ന് വെക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടം എങ്ങനെയായിരിക്കും ഈ ഒരു കോൺഗ്രസിന് ഈ പാലക്കാട് അദ്ദേഹം അവരുടെ കോൺഗ്രസിൻ്റെ ഒപ്പം നിൽക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ വരും സമയങ്ങളിൽ അദ്ദേഹത്തിന് വളരെ ശുഭപ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് കോൺഗ്രസിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്നുള്ള രീതിയിൽ. അങ്ങനെയൊക്കെ സംഭവിക്കുകയാണ് എങ്കിൽ പാലക്കാട് എന്ന് പറയുന്ന മണ്ഡലം എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? പാലക്കാട് മണ്ഡലത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് 18,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം നേടി വിജയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. നമുക്കറിയാം അത് ആ മണ്ഡലത്തെ സംബന്ധിച്ച് ഒരു റെക്കോർഡ് ഭൂരിപക്ഷമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് പാലക്കാട് ഒരു റെക്കോർഡാണ്. ആ റെക്കോർഡ് ഇടാൻ കോൺഗ്രസിന് സാധിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം BJP കാൻഡിഡേറ്റ് വീക്കായിരുന്നു. BJPക്കുള്ളിൽ വലിയ തർക്കങ്ങൾ ആ സ്ഥാനാർത്ഥിത്വത്തെ, കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു.
BJPയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള പാലക്കാട് മുനിസിപ്പാലിറ്റി മേഖലയിൽ നിന്നടക്കം കോൺഗ്രസിലേക്ക് വലിയ ചോർച്ചയുണ്ടായിരുന്നു. CPM-നെ സംബന്ധിച്ച് CPM-ന് സരിൻ കൂടി വന്നതോടുകൂടി അവിടെ ഒന്നും കിട്ടില്ല എന്ന് ആദ്യം തന്നെ ഉറപ്പായിരുന്നു. പിന്നെ കുറെ തള്ളി എന്നതല്ലാതെ CPM-ന് അവിടെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും പാലക്കാട് A ക്ലാസ് മണ്ഡലമായിട്ട് തന്നെയാണ് BJP കാണുന്നത്. BJP സ്വാഭാവികമായിട്ടും ശോഭാ സുരേന്ദ്രനെ കളത്തിൽ ഇറക്കാനാണ് സാധ്യത. കാരണം ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കുകയാണെങ്കിൽ വലിയ തോതിൽ വോട്ട് നേടാൻ കഴിയുമെന്ന പ്രതീക്ഷ BJPക്കുണ്ട്. നമുക്കറിയാം E ശ്രീധരനും ഷാഫി പറമ്പിലും ഏറ്റുമുട്ടിയ സമയത്ത് ഏതാണ്ട് 4000-ലധികം കഷ്ടിച്ച് 4000+ വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമേ ഷാഫി പറമ്പിൽ കിട്ടിയുള്ളൂ. BJP ഒന്നുകൂടി ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഭൂരിപക്ഷം പിന്നെയും കുറയുകയോ അല്ലെങ്കിൽ ഷാഫി പറമ്പിലിന് പകരം E ശ്രീധരൻ MLA ആകുകയോ ചെയ്യുമായിരുന്നുവെന്ന് BJP തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. കോൺഗ്രസിനും ആ വിലയിരുത്തലുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുശേഷം പിന്നീട് കോൺഗ്രസ് പാലക്കാട് മണ്ഡലത്തിൽ അതികഠിനമായി തന്നെ പണിയെടുത്ത് ആ മണ്ഡലം പാലക്കാട് UDF-ന്റെ കൈകളിലേക്ക് തന്നെ എത്തിച്ചു. UDF-ന് മൃഗീയ ഭൂരിപക്ഷമാണ് പിന്നെ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഫാക്ടറാണ് പാലക്കാട് മണ്ഡലത്തിൽ. രാഹുൽ ഒരു വലിയ ഫാക്ടറാണ്. അതുകൊണ്ടാണ് CPM-കാരും BJP-കാരും സംയുക്തമായിട്ട് രാഹുലിനെതിരെ കടന്നാക്രമണം നടത്തുന്നത്. കോടതികൾ പോലും മാധ്യമ വാർത്തകൾക്ക് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ എതിരാളികളുടെയും വാദങ്ങളൊക്കെ കോടതി അതിന് നേരെ വിപരീതമായ കാര്യങ്ങളാണ് കോടതികളുടെ ഇടപെടലുകളിൽ ബഹുമാനപ്പെട്ട ജഡ്ജിമാർ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കത് ആ ഭാഗം കൂടി കേൾക്കാതെ പോകാൻ കാണാതെ പോകാൻ പറ്റില്ല. അപ്പോൾ ഇത് പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, പൊതുജനങ്ങൾ ഇതെല്ലാം വിലയിരുത്തുന്നുണ്ട്. കുറേ CPM-മാർ ഒരു കോഴിയുടെ പടവും പിടിച്ചിട്ട് റോട്ടിൽ നടന്നാലൊന്നും ജനങ്ങളുടെ മനസ്സ് മാറില്ല, ജനങ്ങൾ മാറി ചിന്തിക്കില്ല. അതൊക്കെ പഴയ നമ്പറാണ്, ഉമ്മൻചാണ്ടിക്കെതിരെയൊക്കെ പ്രയോഗിച്ച് തേഞ്ഞുപോയ നമ്പറാണ്. അപ്പോൾ അതൊന്നും രാഹുലിൻ്റെ അടുത്ത് ഇനി ചിലവാവില്ല എന്ന് ഏറെക്കുറെ രാഷ്ട്രീയ എതിരാളികൾക്ക് മനസ്സിലായിരിക്കുന്ന ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒറ്റപ്പെടുത്തി പാലക്കാട് സ്വതന്ത്രനാക്കി മത്സരിപ്പിച്ച് നേട്ടമുണ്ടാക്കാൻ BJP-യും CPM-ഉം ശ്രമിക്കുന്നത്. ഈ CJP ചില സമയങ്ങളിൽ അപ്ലിക്കബിൾ ആകുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്വതന്ത്രനായി മത്സരിച്ചാൽ ആ സീറ്റിൽ BJP-ക്ക് മുന്നേറാൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസം BJP-ക്കുണ്ട്. അതുകൊണ്ടാണ് ഒരു തരത്തിലും കോൺഗ്രസ് രാഹുലിനെ തിരിച്ചെടുക്കാത്ത വിധത്തിൽ അവർ രാഹുലിനെതിരെ നിരന്തരമായ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം രാഹുലിനെതിരെ പ്രചാരണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയും പുതിയ പുതിയ പരാതികളും ആരോപണങ്ങളും വരികയും ചെയ്താൽ കോൺഗ്രസ് രാഹുലിനെ മാറ്റി നിർത്തും. രാഹുലിനെ സംബന്ധിച്ച് കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ഭാവിയില്ല, മറ്റൊരു പ്രസ്ഥാനത്തിലേക്കും അയാൾ പോകില്ല. ഇനി അല്ലെങ്കിൽ അയാൾ സ്വതന്ത്രനായിട്ട് നിൽക്കണം. അപ്പോൾ അവസാന വഴി എന്ന നിലയിൽ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ചാൽ അവിടെ കോൺഗ്രസിന് വലിയ അടി കിട്ടും. അതുതന്നെയാണ് BJP-യുടെ സ്വപ്നം. ആ സ്പ്ലിറ്റ് വരുമ്പോൾ അവിടെ നേടാം എന്നുള്ളതാണ്. ശോഭാ സുരേന്ദ്രനെ പോലൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ പാലക്കാട് ജയിക്കാൻ കഴിയുമെന്ന കാര്യത്തിന് സംശയമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനായിട്ടാണ് അവിടെ കളമൊരുക്കലുകൾ നടക്കുന്നത്. പക്ഷേ അത് നേരത്തെ തിരിച്ചറിഞ്ഞ VK ശ്രീകണ്ഠൻ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം രാഹുലിനെ അനുനയിപ്പിച്ച് പാർട്ടിക്കെതിരെ പ്രവർത്തിക്കരുത്, ഇത്തവണ മത്സരിക്കേണ്ടതില്ല, പക്ഷേ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി മുഴുവൻ കാര്യങ്ങളിലും തിരിച്ചുവരവ് ഉൾപ്പെടെയുള്ള സകല കാര്യങ്ങളിലും ഒരു നീക്കുപോക്കുണ്ടാക്കാമെന്ന് ഉറപ്പ് കൊടുക്കുകയും രാഹുൽ അത് അംഗീകരിക്കുകയും VD സതീശൻ അതിന് മാസ്റ്റർ ബ്രെയിനായി പ്രവർത്തിക്കുകയും ചെയ്തു എന്നാണ് ചില മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം നൽകിയിട്ടുള്ള വാർത്ത. ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്. ഏകദേശം അത്തരത്തിലുള്ള ഒരു പ്ലാൻ, അതായത് രാഹുലിനെ വെറുപ്പിച്ചിട്ട് പാലക്കാട് നിന്ന് UDF-ന് കോൺഗ്രസിന് ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം ജനങ്ങൾ അയാളോടൊപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുലിനെ തിരിച്ചു കൊണ്ടുവരികയും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതിരിക്കുകയും എന്നാൽ അതിനുശേഷം കൂടുതൽ പദവികളും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വവും അടക്കം ഓഫർ ചെയ്യുകയും ചെയ്ത് രാഹുലിനെ വീണ്ടും പഴയ രൂപത്തിലേക്ക് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവാക്കി ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അതിവേഗത്തിൽ അത്തരം നീക്കങ്ങൾ നടത്തി രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി കൂടുതൽ കരുത്തുറ്റതാക്കാമെന്ന ഉറപ്പ് VK ശ്രീകണ്ഠനിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകാമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് രാഹുലിൻ്റെ മുഖത്ത് വല്ലാത്തൊരു കോൺഫിഡൻസും ഭാഷയിലൊക്കെ വളരെയധികം ഒരു സന്തോഷം, മാനസികമായി ഷാർപ്പ്നെസ്, അതുപോലെ തന്നെ മാനസികമായി താൻ ഒരു സന്തോഷം അനുഭവിക്കുന്ന അവസ്ഥയിലാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് രാഹുൽ പറഞ്ഞത്. അപ്പോൾ അതിനൊക്കെ കാരണം രാഹുൽ ശക്തനായി തിരിച്ചു വരുമെന്നതിൻ്റെ തിരക്കഥ റെഡിയായിട്ടുണ്ട്. സതീശൻ ഇടപെട്ട് VK ശ്രീകണ്ഠനെ കൊണ്ട് ചർച്ചകൾ നടത്തിച്ചു. അതിൽ ആദ്യ ഘട്ടമായിരിക്കാം കഴിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ രാഹുലിനും അതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. അപ്പം നമ്മൾ കരുതിയതുപോലെ അധികം വൈകാതെ രാഹുൽ സജീവ കോൺഗ്രസ് നേതാവായി കളത്തിലുണ്ടാകുമെന്ന് തന്നെ കരുതാം.